അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണല്ലേ? ആണ്, സപ്പോർട്ടാ, എല്ലാത്തിനും സപ്പോർട്ടാ. നമ്മളൊന്നിനും അങ്ങനെ മാറ്റി നിർത്തലുകളോ ഇല്ലല്ല, മാറ്റി ഒന്നുമില്ല. നിർത്തത്തില്ല ഒന്നിനും. ഫുള്ള് സപ്പോർട്ട് തന്നെ. സപ്പോർട്ടാ. ശ്രീരാജ് ഇപ്പൊ വന്നത് ഒരു സുഹൃത്തിന്റെ കൂടെയാ. നമ്മള് കണ്ടു ആ ശ്രീരാജിന്റെ ചെരുപ്പഴിച്ചിരുന്നതും ആ അത്രയും കെയറിങ് ആയിട്ടുള്ള ആണ്. കൂട്ടുകാര് ശ്രീരാജിനുണ്ട്. അത് ഉണ്ട്, ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പലർക്കും കിട്ടാത്ത പോയൊരു ആ ഭാഗ്യ. അതായത് നേരത്തെ പറഞ്ഞില്ലേ ചേച്ചി ഇങ്ങനെ വീട്ടിലിരിക്കുന്നുണ്ട്. പക്ഷെ ചേച്ചിക്കും ചിലപ്പോ അതുപോലത്തെ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ ഇതുപോലെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങായിരുന്നു അല്ലേ? ഇറങ്ങായിരുന്നു. പക്ഷെ അമ്മയുടെ കൂടെ പോലും ബന്ധുക്കളുടെ വീട്ടിൽ പോലും വിളിച്ചാ വരത്തില്ല. എന്ന് പറഞ്ഞാ പുള്ളിക്കാരിക്ക് മടിയായി പോയി. എന്ന് പറഞ്ഞാൽ എങ്ങോട്ടും പോകത്തില്ല. പിന്നെ കുറെ നേരം എവിടെയും ചെന്ന് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരിതാ. പിന്നെ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാൽ അതാണ്. ചേച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്കേ ഉള്ളായിരുന്നെങ്കിൽ അത്ര വിഷമം വരുത്തൊന്നുമില്ലായിരുന്നു. വേറെ രണ്ടുപേർക്കും കൂടി ഇങ്ങനെ ആയി പോയപ്പോ ഭയങ്കര നല്ല വിഷമമാണ്. എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കായാലും അച്ഛനായാലും വിഷമം വരത്തില്ലേ? ഒരാളെങ്കിലും നേരെ ഉണ്ടായിരുന്നെങ്കിലും പ്രശ്നമില്ലായിരുന്നു. രണ്ടുപേരും കൂടി ഇങ്ങനെ ആയി പോയപ്പോഴത്തേന് ഭയങ്കര. പക്ഷെ ഞാനങ്ങനെ കാണിക്കത്തില്ല. ഞാനിപ്പോ ആര് വിളിച്ചാലും പുറത്തു പോവേ, എനിക്കതൊക്കെയാണ് ഇഷ്ടം. ഞാൻ വീട്ടിൽ ഇരിക്കാറില്ല. ഞാൻ അങ്ങനെ അവർക്ക് വിഷമം വരുന്ന രീതി ഒന്നും കാണിക്കാറില്ല. ഞാൻ എൻജോയ് ചെയ്തങ്ങ് നടക്കും. പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ചോദിച്ചോ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. ചെറിയൊരു പനി വന്നാൽ പോലും ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആ ഒരു നമുക്കിടയിലാണ് ശ്രീരാജ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പൊരുതി എന്ന് തന്നെ പറയണം. പൊരുതി ഈ ഒരു നമുക്ക് ഇന്റർവ്യൂ എടുക്കാൻ പാകത്തിനൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അത് ഭയങ്കരമായിട്ടുള്ളൊരു കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചെറുതായിട്ട് ചിലപ്പോൾ നമ്മൾ പറയും, മുഖത്തിലൊരു കുരു വന്നാൽ പോലും ടെൻഷൻ അടിക്കുന്ന ആളുകളാണ്. ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിലെ ജീവിതം എന്തോരം ഭാഗ്യമാണ് എന്ന് ചിലരെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുക. പക്ഷെ ശ്രീരാജിൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നുണ്ട്. അത് ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസ്പിറേഷനാണ്. കാണിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. നീ കരയരുത്. ഇല്ല, ഇനി ഒരിക്കലും കരയരുത്. ഇല്ല. എന്താണ് നിന്റെ ആഗ്രഹങ്ങൾ? എന്തൊക്കെയാണ് കേട്ടെ. എന്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം? എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും കാണണം, നമ്മളെ ഒരു ചാനലിലൂടെ പറയാം. അങ്ങനെ ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉറപ്പായിട്ടും നടത്തി തരാൻ ശ്രമിക്കും. അങ്ങനെ ആരെങ്കിലും കാണണം എന്നൊക്കെ ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. പിന്നെ ആസിഫിക്കനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. കണ്ടാ കൊള്ളായിരുന്നു. എന്താ ആസിഫ് അലീനെ എന്താ ഇഷ്ടം? ആസിഫ് അലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. പുള്ളിക്കാരന്റെ ക്യാരക്ടറും ഭയങ്കര ഇഷ്ടമാണ്. സംസാരവും ഭയങ്കര ഇഷ്ടമാണ്. അവളപ്പോ ഇൻസ്റ്റാഗ്രാമിൽ സെലിബ്രിറ്റി ആണല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ അയച്ചു നോക്കിയിട്ടുണ്ടോ ആസിഫിക്ക്? ഇല്ല, അയച്ചു നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും അല്ല, അവരൊക്കെ നല്ല തിരക്കുള്ള ആൾക്കാരായിരിക്കത്തില്ല. അപ്പൊ നമ്മള് മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരണമെന്നില്ലല്ലോ. ഇതുവരെ അയച്ചൊന്നും നോക്കിയിട്ടില്ല. ആസിഫിക്കന്റെ സിനിമയൊക്കെ കാണാറുണ്ടോ? പിന്നെ നമുക്ക് എന്തായാലും ആസിഫിക്ക ഈ പരിപാടി കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രീരാജിനെ കോണ്ടാക്ട് ചെയ്യുമില്ലേ. നമ്മൾ എങ്ങനെയെങ്കിലും ആസിഫിക്കക്ക് അത് കാണിച്ചു കൊടുത്ത് ശ്രീരാജിന്റെ ആഗ്രഹം, നമ്മളെല്ലാരും ജീവിക്കുന്ന ഓരോ ആഗ്രഹങ്ങളൊക്കെ നടപ്പാക്കാനല്ലേ. ഉറപ്പായിട്ടും ശ്രീരാജിന്റെ ഒരു ആഗ്രഹം. പിന്നെ ഒരു ചിരി ബമ്പർ ചിരി ഇല്ലേ, അതിനകത്തൊരു ഗസ്റ്റ് ആയിട്ടെങ്കിലും ആ സ്റ്റേജിൽ കയറി സംസാരിക്കാനെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും. എല്ലാം നടക്കും, എല്ലാ ആഗ്രഹങ്ങളും നടക്കും. അതും വലിയൊരു ആഗ്രഹം. നല്ല ടിവിയിലും എല്ലായിടത്തും കാണുകയൊക്കെ ചെയ്യാലോ. അപ്പൊ അതിനകത്ത് നിന്ന് സംസാരിക്കാനെങ്കിലും സ്റ്റേജിലൊന്ന് ഗസ്റ്റ് ആയിട്ടെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാരും കാണട്ടെ. കണ്ട് ശ്രീരാജിന്റെ ആഗ്രഹങ്ങളെല്ലാം ഓരോന്നായി ഇങ്ങനെ നടക്കട്ടെ. എല്ലാ ആഗ്രഹങ്ങളും നടക്കും. നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തിയില്ലേ. ഇത് അസുഖം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ വീഡിയോസിലൊക്കെ കാണുമ്പോ ഒരുപാട് വർഷമായി എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ജനിച്ചപ്പോ മുതൽ ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു? അല്ല, ജനിച്ചപ്പോഴൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചേച്ചിയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചേച്ചി ഒറ്റയ്ക്ക് കോളേജിലൊക്കെ ഒറ്റയ്ക്ക്. എന്നെ പിന്നെ അച്ഛനായിരുന്നു കൊണ്ടുവിടുന്നത്. അന്ന് വണ്ടിയൊന്നും ഇല്ലായിരുന്നു നമുക്ക്. ആക്റ്റീവ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ആ സമയത്തൊക്കെ ചേച്ചി നടന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വയലിക്കൂടെ നടന്നു പോകണം. വയലിക്കൂടെ നടന്ന് 1 കിലോമീറ്റർ വരെ നടക്കും.
എന്നിട്ട് ബസ്സിൽ കയറി പോകും. പക്ഷെ ഞാൻ അങ്ങനൊന്നും എനിക്കങ്ങനെ പോകേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ കൊണ്ടുവിടുമായിരുന്നു. ആ പുത്തൂർമുക്ക് എന്ന് പറഞ്ഞ റോഡിൽ കൊണ്ടുവിടുമായിരുന്നു അച്ഛൻ. അങ്ങനെ ഞാനും അങ്ങനെയായിരുന്നു കോളേജിൽ പോകുന്നത്. പിന്നെ ചേച്ചി തന്നെ കോളേജിൽ പോയിട്ട് വരികയും നടന്നായിരുന്നു വരുന്നത്. ഒരു വണ്ടിക്ക് അങ്ങനെ ഓട്ടോയിലൊന്നും കൈ കാണിക്കത്തില്ല, നടന്ന് തന്നെ വരുമായിരുന്നു. പക്ഷെ പിന്നീട് വയ്യാണ്ടായി, ബലക്കുറവായി, പിന്നെ എങ്ങോട്ടും പോവാൻ വയ്യാണ്ടായി. അങ്ങനെയൊക്കെ അങ്ങ് മനസ്സ് മടിച്ചുപോയി. പിന്നെ ഇഷ്ടംപോലെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. ആദ്യമേയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിലൊക്കെ ആയിരുന്നു. മറ്റേ ഇവിടൊക്കെ പോയിട്ടുണ്ട്, കുമളി, കമ്പം, തേനി, പിന്നെ നാഗർകോവില്, പിന്നെ നമ്മുടെ എറണാകുളത്ത് അമൃതയില്, അങ്ങനെ കുറെ ഹോസ്പിറ്റല്, തമിഴ്നാടൊക്കെ ഫുള്ള് കറങ്ങിയതാ. അങ്ങനെ ആര് പറഞ്ഞാലും എവിടെ ആയാലും കൊണ്ടുപോകായിരുന്നു. ഇനി കടം മേടിച്ചിട്ടായാലും അച്ഛനും അമ്മയും അതിന് ഭയങ്കര റെഡിയാ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെങ്കിലൊക്കെ നിൽക്കുമ്പോ ആരെങ്കിലൊക്കെ പറയാം, മക്കളെ ഇതേപോലെ ഇന്ന സ്ഥലത്തൊന്ന് കൊണ്ടുപോവോ, നല്ലതാ അവിടെ എന്നൊക്കെ. പിന്നെ ഞാൻ കുടിക്കാത്ത ആയുർവേദ മരുന്നൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ കഷായങ്ങളൊക്കെ കന്നാസ് കണക്കിനാണ് ഞാൻ കുടിക്കുന്നത്. ഞാനും ചേച്ചിയൊക്കെ രാവിലെ എണീക്കുമ്പോഴേ ആദ്യമേ ഒരു പച്ചിലേക്കില്ലേ, അത് ഉരുട്ടി അമ്മ വായിട്ട് തരും. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് കഷായം അതുകൂടെയൊക്കെ കുടിക്കുമ്പോഴത്തേന് കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കും. സത്യം പറയാ, മരുന്നുകളൊക്കെ ഇഷ്ടം പോലെ, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും എന്തായാലും കുറെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും മരുന്നൊക്കെ ഇല്ല, ഇപ്പം മരുന്നൊന്നും ഞാൻ കഴിക്കത്തില്ല. ഇപ്പം മടുത്ത്, കഴിക്കാൻ വയ്യ, അതുകൊണ്ടാ. പക്ഷെ ഇപ്പം പനിയൊക്കെ വന്നാലേ കഴിക്കത്തുള്ളൂ, അല്ലാതെ ഇപ്പം മരുന്നായിട്ടോ. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഫിസിയോതെറാപ്പിക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേച്ചി അതിനൊന്നും വന്നില്ല. അതെന്ന് പറഞ്ഞാൽ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഈ ചിലപ്പം ചിലരൊക്കെ പറയുന്ന കേൾക്കാം, ഈ മറ്റേ നമ്മുടെ കാലിനൊക്കെ ഇച്ചിരി ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴേ. അപ്പൊ അത് ഫ്രീ ആയിരുന്നു 30 ദിവസത്തേക്ക്. 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 6 വരെയൊക്കെ കൊണ്ട് ചെന്നാലേ നമുക്ക് പിന്നെയും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ 30 ദിവസം പോയി ചെയ്തായിരുന്നു. പക്ഷെ കാലിനൊക്കെ ചെറിയ എന്തോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് ചെയ്യാതിരുന്ന പിന്നെ ഇങ്ങനെ ആവും. എത്ര വയസ്സിലായിരുന്നു അപ്പൊ നമുക്ക് ശരിക്കും ഈ ഒരു അസുഖത്തിന്റെ ഒരു 10 വയസ്സൊക്കെ ആയപ്പോ തൊട്ടാ. 10 വയസ്സായപ്പോ. പക്ഷെ ചേച്ചിയെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നെയാണ് മനസ്സിലാക്കി തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്റെ കാലിന്റെ വിരലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ആയി തുടങ്ങി. പിന്നെ ഞാൻ ഓടത്തും ചാടത്തൊന്നും ഇല്ലായിരുന്നു, കളിക്കാനൊന്നും പോകത്തില്ലായിരുന്നു. ചെറുപ്പത്തിലെ അപ്പൊ ഓടിച്ചാടി നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. കളിക്കാനൊന്നും പോകത്തില്ലായിരുന്നു അങ്ങനെ 10 വയസ്സൊക്കെ ആയപ്പോ തൊട്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി എന്റെ അച്ഛൻ. ശ്രീരാജിന് അപ്പൊ മനസ്സിലാവുന്നുണ്ടായിരുന്നോ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ മാറ്റങ്ങള്? ഇല്ല, എനിക്കങ്ങനെ മനസ്സിലാവത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ പയ്യെ ശരീരം പോയിക്കൊണ്ടിരിക്കുമ്പോ മനസ്സിലായി തുടങ്ങി. പിന്നെ ബലക്കുറവ് വന്നു തുടങ്ങി. നേരത്തെയൊക്കെ തന്നെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, തന്നെ നടന്നൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ബലക്കുറവായി നടുവിനെ. ഒറ്റയ്ക്ക് നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ ഒരിടത്ത് ചാരിയൊക്കെ എത്ര നേരം വേണം ഞാൻ നിൽക്കും. ഇപ്പൊ ട്രെയിനിൽ കയറിയാലും ഞാൻ നിക്കണം. എനിക്ക് നിക്കുന്നൊക്കെ ഇഷ്ടം. എന്നാൽ ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാലേ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാല് മസിൽ പിടിക്കും. നമുക്ക് ഇത്ര വേദനയുണ്ട്, നമ്മളൊരു അസുഖം വരുമ്പോ ഇത്രയും വേദന ഉണ്ടെന്ന് വേറൊരാളോട് പറയുമ്പോ അവർക്ക് ചിലപ്പോ ആ വേദന എത്രത്തോളാന്ന് മനസ്സിലാവണമെന്നില്ല. എത്രത്തോളം വേദന ഇപ്പോഴും ഉണ്ട് എനിക്ക് വേദന അങ്ങനെ ഒത്തിരി നടക്കുമ്പോഴേ ഉള്ളൂ. ഒത്തിരി നടക്കത്തില്ലേ, ഒത്തിരി നടക്കുമ്പോ പിന്നെ രാത്രി വരുമ്പോ പിന്നെ കാല മസിൽ പിടുത്തമായിരിക്കും. കാരണം മസിൽ പിടിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി കുറച്ചു നേരത്തേക്കൊക്കെ മസിൽ പിടുത്തമായിരിക്കും. പിന്നെ അന്ന് സമാധാനത്തോടെ കിടക്കാൻ പോലും പറ്റത്തില്ല. വേദനയോടെ വേദനയായിരിക്കും കാലിന്. എന്ന് പറഞ്ഞാൽ അല്ലാത്ത വേദനയല്ല, ഇവിടെ ഇങ്ങനെ ഉരുണ്ടം കയറും, അത് ഭയങ്കര വേദനയായിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ കയറി പിടിക്കും വയറ്റില്, അങ്ങനെയൊക്കെയാ പ്രശ്നം. അല്ലാതെ വേറെ പ്രശ്നമായിട്ട് ഒന്നുമില്ല, വേദന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ നടക്കുമ്പോ ബലക്കുറവാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ മസിൽ ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുമല്ലേ, അതാണ്.